ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രേസി മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് സോണി ലിവ് എന്ന ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ചെയ്തപ്പം ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് പറഞ്ഞതാണ് ഇതേപോലെ തന്നെ MX പ്ലെയറിലും ഗെയിം കളിച്ചിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ വന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് MX പ്ലെയറിൽ നിന്ന് എങ്ങനെ ഗെയിംസ് കളിച്ചിട്ട് ക്യാഷ് ഏൺ ചെയ്യാമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതോടൊപ്പം പേയ്മെൻറ്റ് പ്രൂഫും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഗെയിംസ് കളിച്ചിട്ട് ഏൺ ചെയ്യുന്ന ക്യാഷൊക്കെ നമ്മുടെ Paytm-ലേക്കാണ് വിഡ്രോ എടുക്കാൻ സാധിക്കുന്നത്. മിനിമം 5 രൂപയിൽ തന്നെ നമുക്ക് Paytm-ലേക്ക് വിഡ്രോ എടുക്കാം. ആദ്യമൊക്കെ 1 രൂപയായിരുന്നു, പക്ഷേ ഇപ്പം 5 രൂപ ആക്കിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ വിഡ്രോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ തന്നെ നമ്മുടെ Paytm അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ലൈവായിട്ട് വിഡ്രോ എടുക്കുന്ന പേയ്മെൻറ്റ് പ്രൂഫും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ വേറൊരു കാര്യം പറഞ്ഞു തരാം. ഈ പ്ലേ സ്റ്റോറിലുള്ള ഗെയിംസ് കളിച്ചിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസിൽ നിന്നൊന്നും നമുക്ക് വലിയ രീതിയിലൊരു ഇൻകം ഉണ്ടാക്കാൻ സാധിക്കില്ല. അതിന് നിങ്ങൾ വിൻസോ പോലുള്ള ആപ്ലിക്കേഷൻസിൽ തന്നെ ഗെയിംസ് കളിക്കേണ്ടി വരും. ഇതേപോലുള്ള ആപ്ലിക്കേഷൻസിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഇൻകം മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ. അത്യാവശ്യം നിങ്ങളുടെ പോക്കറ്റ് മണിക്കുള്ള ക്യാഷൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. പോക്കറ്റ് മണി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാസത്തിൽ നിങ്ങളുടെ നെറ്റ് റീചാർജ് ചെയ്യാനുള്ള ക്യാഷൊക്കെ ഇതിൽ നിന്ന് ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഒരുപാട് നേരമൊന്നും ഇതിൽ ഗെയിംസ് കളിക്കണമെന്നില്ല. ജസ്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈമിൽ ചെറിയ രീതിയിൽ ഗെയിംസ് കളിച്ചാൽ മതി. ആർക്കും കളിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഗെയിംസ് തന്നെയാണ് ഇതിലുള്ളത്. ഏതൊക്കെ ഗെയിംസാണെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നിങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈമിലൊക്കെ ജസ്റ്റ് ഇതിൽ ഗെയിം കളിച്ചാൽ നിങ്ങൾക്ക് ഒരു ദിവസം എന്തായാലും ഒരു 10 മുതൽ 20 രൂപയൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയും വേണ്ട, ജസ്റ്റ് ഒരു 5 മുതൽ 8 രൂപ വരെ ഏതൊരു മനുഷ്യനും ഇതിൽ ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ഗെയിംസ് കളിച്ചിട്ട്. 5 മുതൽ 8 രൂപ തന്നെ മതി. നിങ്ങൾക്ക് ആ ഒരു ക്യാഷ് ദിവസവും കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു മാസം നെറ്റ് റീചാർജ് ചെയ്യാനുള്ള ക്യാഷൊക്കെ ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് ആയതുകൊണ്ട് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നും അടിക്കണ്ട. വിഡ്രോ എടുത്താൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. ഈ MX പ്ലെയർ എന്ന് പറയുന്നത് 500 മില്യണിലേറെ ഡൗൺലോഡ്സ് ലഭിച്ചിട്ടുള്ള ഒരു വീഡിയോ പ്ലെയർ ആപ്ലിക്കേഷനാണ്. അപ്പം ഇവരുടെ മെയിനായിട്ടുള്ള ഫോക്കസ് വീഡിയോ പ്ലെയറിൽ തന്നെയാണ്. പിന്നെ ഇവരിതിൽ ഗെയിംസ് കൊണ്ടുവന്നിട്ടുള്ളത് ആഡ് റവന്യൂക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിതിൽ ഗെയിംസ് കളിക്കുമ്പം ചിലപ്പം ആഡ്സൊക്കെ വരും. ആ ആഡിൽ നിന്ന് അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ചൊരു ശതമാനമാണ് നമുക്കിവർ ക്യാഷായിട്ട് തിരിച്ച് തരുന്നത്. പിന്നെ ഇത്ര വലിയ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും വേണ്ട. നിങ്ങളിതിൽ ഗെയിം കളിച്ചിട്ട് ഏൺ ചെയ്യുന്ന ക്യാഷ് ഷുവറായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പം ഞാനധികം സംസാരിച്ച സമയം കളയുന്നില്ല. ഇതിലെങ്ങനെ ഗെയിംസ് കളിക്കാമെന്നും എങ്ങനെ വിഡ്രോ എടുക്കാമെന്നൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും മുഴുവനായും കാണും. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവേദി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലുള്ള പുതിയ പുതിയ മണി ഏണിംഗ് റിലേറ്റഡ് വീഡിയോസ് ഉണ്ടെന്ന് നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഇതുവരെ MX പ്ലെയർ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. 500 മില്യണിലേറെ ഡൗൺലോഡ്സ് ഉള്ള 4.3 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു അടിപൊളി വീഡിയോ പ്ലെയർ ആപ്ലിക്കേഷനാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്താൽ നിങ്ങളോട് ഫസ്റ്റ് തന്നെ പെർമിഷൻ ചോദിക്കും. അത് അലോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോൾഡേഴ്സൊക്കെ ഇവിടെ വരുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന ഗെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ നിങ്ങൾ ആദ്യം ഈ കാണുന്ന 3 വര ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സൈൻ ഇൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് വെച്ചിട്ടും ഗൂഗിൾ വെച്ചിട്ടും ഫോൺ നമ്പർ വെച്ചിട്ടൊക്കെ സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾ സൈൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളോട് പേരും ബർത്ത്ഡേയും ജെൻഡറും ഒക്കെ കൊടുക്കാൻ പറയും. ഞാൻ ഗൂഗിൾ വെച്ചിട്ട് സൈൻ ചെയ്തതുകൊണ്ടാണ് പേര് ഓട്ടോമാറ്റിക്കലി വന്നത്. ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണമെന്നില്ല. എന്തെങ്കിലും കൊടുക്കുക, ജസ്റ്റ് ഗെയിമിൽ എന്തെങ്കിലും കൊടുക്കുക. പിന്നെ ജെൻഡറും സെലക്ട് ചെയ്യുക, എന്നിട്ട് ഫിനിഷ് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ മെയിനായിട്ടുള്ള ഗെയിമിംഗ് ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് സിമ്പിളായിട്ടുള്ള ഗെയിംസ് കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് 3-4 ഗെയിംസ് കാണാൻ സാധിക്കും. ഇതിലൊക്കെ നിങ്ങൾക്ക് മുകളിൽ ടൈമർ കാണാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ ഓരോ ടൂർണമെൻറ്റാണ്. ഈ ടൂർണമെൻറ്റിലൊക്കെ നമ്മൾ സാധാരണ പോലെ തന്നെ ഗെയിംസ് കളിക്കുക, എന്നിട്ട് മാക്സിമം സ്കോർ ഏൺ ചെയ്യുക. എന്നിട്ട് റാങ്കിങ് ലിസ്റ്റിൽ വരുമ്പോൾ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഈ ടൂർണമെൻറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ വാലറ്റിലേക്ക് ക്യാഷ് വരുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലുഡോ ഗെയിം, ഫ്ലാപ്പി ബേർഡ്, ഒരുപാട് ഗെയിംസ് ഇതിലുണ്ട്. ഇതിൽ പിന്നെ താഴെയും ടൂർണമെൻറ്റ്സ് ഉണ്ട്. ഫീച്ചർ ഡ്രോൺ, ഇതൊക്കെ വലിയ ഗെയിം ക്യാഷിൻ്റെ ടൂർണമെൻറ്റ്സ് ആണ്. 100 രൂപയുടെ ഒക്കെ ടൂർണമെൻറ്റ്സ്, 150 രൂപയുടെ ഒക്കെ പ്രൈസ് പൂളാണ്. ഇതിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിനനുസരിച്ചുള്ള ക്യാഷ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ടൂർണമെൻറ്റൊക്കെ ഫ്രീ ആണ്. നമ്മൾ 1 രൂപ പോലും ക്യാഷ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒക്കെ ഫ്രീ ആയിട്ടുള്ള ടൂർണമെൻറ്റ്സ് തന്നെയാണ്. ഈ ഗെയിംസൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ കളിച്ചാൽ നമ്മൾ റാങ്കിങ് ലിസ്റ്റ് വരുമ്പോൾ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. റാങ്കിങ് ലിസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഗെയിം കളിക്കാം. ഈ ഒരു ഗെയിമാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. ഫ്ലാപ്പ് എന്ന ഗെയിമാണ് കളിക്കുന്നത്. ഫ്ലാപ്പി ബേർഡ് എന്ന ഗെയിമാണിത്. ഇത് അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ലായിരിക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഗെയിം കളിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം.
അങ്ങനെ തന്നെ പോയാലാണ് നമുക്ക് ലഭിക്കുക. അതായത് ഇനി ഇതിൽ കളിക്കുന്ന ആൾക്കാർ നമ്മളെക്കാട്ടും കൂടുതൽ സ്കോർ എടുത്താൽ അവർ എന്തായാലും മുകളിലേക്ക് വരും. ഇതിൽ 59ാമത് റാങ്കുള്ള ആൾക്കും 1 രൂപ ലഭിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു സ്കോർ എടുത്തപ്പോൾ തന്നെ അവന് 1 രൂപ ലഭിക്കുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ പോയാലാണ് ലഭിക്കുക. ഇനിയും പ്ലേയേഴ്സ് വന്ന് ഇനിയും കൂടുതൽ സ്കോർ എടുക്കുമ്പോൾ റാങ്ക് കൂടുന്തോറും ഈ ക്യാഷ് കുറയും. ഓക്കെ, അതുകൊണ്ട് മാക്സിമം നമ്മൾ ഈ റാങ്കിങ് ലിസ്റ്റിനുള്ളിൽ തന്നെ വരിക എന്നുള്ളതാണ്. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗെയിം ഈ ഒരു ഗെയിമാണ്, മോൺസ്റ്റർ അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമാണ്. ഇതും സിമ്പിളായിട്ടുള്ള ഗെയിമാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കളിച്ച് കാണിച്ചു തരാം. ഇതിൽ നമ്മളിങ്ങനെ ഓരോ കല്ലും മരമൊക്കെ വരുമ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഈ മോൺസ്റ്റർ ജമ്പ് ചെയ്യും. അങ്ങനെ ജമ്പ് ചെയ്ത് തുള്ളിച്ച് ഈ മുകളിലെത്തിക്കുക. ഓരോ പ്രാവശ്യം ജമ്പ് ചെയ്യുമ്പോഴും ഓരോ ലെയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഒരു സ്കോർ വെച്ച് കൂടും. അതാണ് ഈ ഒരു ഗെയിം. ഞാനിപ്പം 11 സ്കോറാണ് ഏൺ ചെയ്തിട്ടുള്ളത്. 4 രൂപ വിൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ റാങ്ക് 1 സ്ഥാനത്താണ് എൻ്റെ റാങ്ക് ഉള്ളത്. ഇതിപ്പം ടൂർണമെൻറ്റ് തുടങ്ങിയതുകൊണ്ടാണ്, ഇപ്പം ആൾക്കാർ കളിച്ച് തുടങ്ങുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ 1 സ്ഥാനത്ത് എത്തിയത്. ഇങ്ങനെ തന്നെ നമ്മൾ മാക്സിമം കളിക്കാം. ഈ ടൂർണമെൻറ്റ് കഴിയുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും 1 രൂപ എങ്കിലും കിട്ടുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് പ്രൂഫോടുകൂടി കാണിച്ചു തരാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാനിതിൽ കളിക്കുന്ന വേറൊരു സിമ്പിളായിട്ടുള്ള ഗെയിം കാണിച്ചു തരാം. ക്യാരം പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിം ഉണ്ട്. ഇത് നമ്മൾ സാധാരണ ക്യാരംസ് കളിക്കുന്ന പോലെയല്ല. ഇതൊരു ടൂർണമെൻറ്റാണ്. ഇതിൽ 6,23,000 പേര് വിൻ ചെയ്തൊന്നും 8,81,000 സംതിങ് ക്യാഷ് കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4 ടൂർണമെൻറ്റ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ആദ്യത്തെ ടൂർണമെൻറ്റ് 500 രൂപ, 185 പേര് ഇപ്പം കളിക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാ ടൂർണമെൻറ്റും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കളിക്കാവുന്നതാണ്. ഓക്കെ, 500 രൂപയുടെ 100 രൂപയുടെ ഒക്കെ ടൂർണമെൻറ്റ് ഉണ്ട്. നിങ്ങൾ മാക്സിമം ക്യാഷുള്ള ടൂർണമെൻറ്റ് ജോയിൻ ചെയ്യുക. ഞാനിപ്പം 500 രൂപയുടെ ഈ ഒരു ടൂർണമെൻറ്റ് ജോയിൻ ചെയ്യാണ് ഫ്രീ ആയിട്ട്. ജോയിൻ ഫ്രീ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത, ഇത് നമ്മൾ സാധാരണ ക്യാരംസ് ഗെയിം കളിക്കുന്ന പോലെയല്ല. സാധാരണ നമ്മൾ ക്യാരം ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഒരാളുണ്ടാവുമല്ലോ, അയാൾ അല്ലെങ്കിൽ നമ്മൾ ആരാണോ ആദ്യം നമ്മുടെ കോയിൻസൊക്കെ ഇടുന്നത് അവരായിരിക്കും ഇത് വിൻ ചെയ്യുക. ഇല്ലെങ്കിൽ ആ കോയിൻസിനനുസരിച്ച് പോയിൻറ്റ്സ് ഉണ്ടാവും, ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് എടുക്കുന്ന ആളായിരിക്കും വിൻ ചെയ്യുക അല്ലേ. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. ഇതിൽ നമുക്ക് ഒപ്പോണൻ്റ് ഇല്ല, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ കളിക്കണം. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ കളിച്ചിട്ട് എല്ലാ കോയിൻസും നമുക്കിടാം. ഓരോ കോയിൻസിന് എത്ര പോയിൻറ്റ് കിട്ടുമെന്ന് എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മുകളിലായിട്ടൊരു ടൈമറും കാണാൻ സാധിക്കും. ആ ടൈമിനുള്ളിൽ നമ്മൾ ഈ കോയിൻസൊക്കെ ഇതിലിടണം. പിന്നെ നമ്മൾ ഓരോ കോയിൻസ് ഇടുമ്പോഴും നമുക്ക് എക്സ്ട്രാ ടൈം ആഡ് ആവും. നമ്മുടെ ഈ ടോട്ടൽ ടൈമിനോടൊപ്പം എക്സ്ട്രാ ടൈം ആഡ് ആവും. അപ്പം ഈ ഒരു ടൈമിനുള്ളിൽ മാക്സിമം കോയിൻസ് ഇട്ടിട്ട് മാക്സിമം പോയിൻറ്റ്സ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഗെയിം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഗെയിം കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പം 1 രൂപയാണ് വിൻ ചെയ്യാൻ സാധ്യത ഉള്ളത്. ഓക്കെ, ഇത് ഓരോ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് 1 രൂപയ്ക്കായിരിക്കും വിൻ ചെയ്യുക. പക്ഷേ പലതുള്ളി പെരുവെള്ളം എന്നല്ലേ, ഒരുപാട് ഗെയിമിൽ നമ്മൾ ജോയിൻ ചെയ്യുക, മാക്സിമം സ്കോർ ഏൺ ചെയ്ത് റാങ്ക് ലിസ്റ്റ് വരിക, ഓരോ രൂപയായാലും നമുക്ക് ലഭിക്കും. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൽ പ്രൂഫ് കാണിച്ചു തരാം, പേയ്മെൻറ്റ് പ്രൂഫ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ടൂർണമെൻറ്റൊക്കെ കളിച്ചിട്ട് ഇപ്പോൾ 5 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വാലറ്റ് കാണാൻ സാധിക്കും. 5 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹിസ്റ്ററി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്രയും ടൂർണമെൻറ്റ്സിൽ നിന്ന് വിൻ ചെയ്തിട്ടാണ് എനിക്ക് ഈ 5 രൂപ ലഭിച്ചത്. ഇതിൽ നിന്ന് ക്യാഷ് വിഡ്രോ എടുക്കാൻ റിക്വസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് Paytm നമ്പർ എൻ്റർ ചെയ്യുക. മിനി KYC മതി, ഫുൾ KYC ആവശ്യമില്ല. മിനി KYC നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ എടുക്കാം. ഒരു ദിവസം മാക്സിമം 20 രൂപ വരെയാണ് വിഡ്രോ എടുക്കാൻ സാധിക്കുന്നത്. മിനിമം 5 രൂപയാൽ വിഡ്രോ എടുക്കാം. ഓക്കെ, ജസ്റ്റ് ഈ കാണുന്ന ക്യാഷ് ഔട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എത്രയാണോ ക്യാഷ് വിഡ്രോ എടുക്കേണ്ടത് എന്നിവിടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ക്യാഷ് ഔട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ Paytm നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. വിഡ്രോ പ്രോസസ്സ് എന്നായിരിക്കും കാണിക്കുന്നത്. പക്ഷേ വ്യൂ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിഡ്രോയിൽ ഡൺ ആയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്ക് ക്യാഷ് Paytmലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് Paytm ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. Paytm വാലറ്റ്. ഓക്കെ, ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും MXP മീഡിയ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി നമുക്കിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് 5 രൂപ തന്നിട്ടുണ്ട്. MX പ്ലെയർ മീഡിയ ഇന്ത്യ ലിമിറ്റഡ് എന്നായിരിക്കും. ഓക്കെ, അപ്പം പേയ്മെൻറ്റ് പ്രൂഫ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അടിപൊളിയാണ്. ഇൻസ്റ്റൻ്റായിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യുക. അടിപൊളിയായിട്ട് തന്നെ ക്യാഷ് ഏൺ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.